ഹലോ. അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് റാൻഡായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതെന്താ പറയുക, നല്ല അങ്ങനെ കമ്പനി നോക്കിയിട്ടും ബ്രാൻഡ് നോക്കിയിട്ടും ഒന്നുമല്ല, കുറച്ച് അല്ലാണ്ട് കുറച്ച് റാൻഡായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഇതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ ഇതൊക്കെ പൊട്ടിച്ച് നോക്കിയതാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു ഫേസ് വാഷിൻ്റെ ഞാൻ യൂസ് ചെയ്തു. അതിൻ്റെ റിവ്യൂ മെയിനായിട്ട് എനിക്ക് പറയണം, അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോക്സ്, ഇത് ഫോക്സ് ടെയിലിൻ്റെ സിറം മേടിച്ചത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളതിൽ മേടിച്ചാണ്. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു. സാധാരണ വലിയ പെട്ടിയിലൊക്കെ വന്ന് ഞാൻ കുറച്ചുകൂടിയും ഒരു ക്വാണ്ടിറ്റി പ്രതീക്ഷിച്ചു. പക്ഷേ ഈ കുഞ്ഞ് ബോട്ടിൽ ആണ്, ഞാൻ ചെറിയ ബോട്ടിൽ ഓർഡർ ചെയ്തത്. ഈ ഒരു കുഞ്ഞ് ബോട്ടിൽ ഇത് എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഹിയേഴ്സ് ടു എ വണ്ടർഫുൾ സ്റ്റാർട്ട്. പെട്ടി എനിക്കിഷ്ടമായി, കണ്ടു. അപ്പം ഫോക്സ് ടെയിലിൽ ഇപ്പം അത്യാവശ്യം നല്ല റിവ്യൂ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സിറം ഒന്ന് ട്രൈ ചെയ്യാൻ മേടിച്ചു. അത് ഇഷ്ടപ്പെട്ട് നമുക്ക് മേടിക്കാൻ വിചാരിച്ചു. ഇത് നിയാസിനമൈഡ് ക്ലാരിഫയിങ് സിറം. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക റിവ്യൂ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. നെക്സ്റ്റ് ഈ ഒരു പാക്കറ്റിൽ ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചാണ്. ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇതൊന്നും ഒരു ഫേമസ് ആയ കമ്പനിയോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡ് നോക്കി അങ്ങനെ ഒന്നും മേടിച്ചില്ല. വെറുതെ ഇപ്പോൾ ഓൺലൈനിൽ കുറച്ച് നല്ല നല്ല എന്താ ഇങ്ങനെ റാൻഡായിട്ട്, അതും അത്യാവശ്യം വലിയ വിലേൻ്റെ ഒന്നുമല്ല, അങ്ങനെ മേടിച്ചതാണ്. ജസ്റ്റ് കണ്ടിട്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ച സാധനമാണ്. അല്ലാണ്ട് ഇത് എനിക്ക് ഈ ബ്രാൻഡിനെ കുറിച്ച് വലിയ അറിവില്ല, ഞാൻ കേട്ടിക്കില്ല. ഇതൊരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇതൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. റൈസ് ആൻഡ് സെറമൈഡിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക്, ബ്രൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അത്യാവശ്യം എന്താ അതിൻ്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ ഇതൊക്കെ എഴുതിക്ക്. ഇത് യൂസ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഇങ്ങനെ ഒരു മാതിരി കുറച്ചൊരു കെമിക്കൽ സ്മെല്ല് വരുന്നുണ്ട്. വേറെ ഇപ്പം തൽക്കാലം ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടാം. ഇതൊരു ബ്രൈറ്റനിങ് പീൽ ഓഫ് മാസ്ക് ആണ്. ബ്രൈറ്റ് ആകുന്നുണ്ടോ ഗ്ലോ ആകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഒരുപാട് ഫേസ് വാഷ് യൂസ് ചെയ്തു, പക്ഷേ ഇത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടേയില്ല. ഞാൻ ഓർഡർ ചെയ്തതിൽ ഫസ്റ്റ് വന്നത് ഫേസ് വാഷാണ്. പിന്നെ ഒന്നും നോക്കില്ല, പൊട്ടിച്ച് യൂസ് ചെയ്ത്. അതിൻ്റെ ഫലം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ മേലെ കൊടുക്കാം. എൻ്റെ സ്കിൻ എന്താ പൊട്ടി അപ്പാട് ഇവിടെ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ അപ്പാട് പൊട്ടി, അതുപോലെ പുകച്ചിലും അങ്ങനെയൊക്കെയാണ്. ഞാൻ സാധനം കാണിച്ചു തരാം. ഇതതിൻ്റെ വന്ന പാക്കറ്റ് ഞാൻ ഇതിൽ തന്നെ അങ്ങനെ തന്നെ ഇട്ട് വെച്ച് പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് പേടിച്ചിട്ട് ഇത് ഞാൻ ഈ എത്തിഗ്ലോൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ മേടിച്ചത്. സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോമാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മേടിച്ച് തന്നെയാണ്. പക്ഷേ ഒരു 1.5 ട്രൈ ആയിപ്പോയി. 70 ഗ്രാമിൻ്റെ. ഈ സെൻസിറ്റീവ് സ്കിന്നായൊന്നും ട്രൈ പോലും ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര മോശം അനുഭവമാണ് ഉണ്ടായത്. ഭയങ്കര ഒരു കെമിക്കൽ സ്മെല്ലും വരുന്നുണ്ട്. തീരെ ഇഷ്ടമായിക്കില്ല. ബാഡ് റിവ്യൂ ആണ്. പിന്നെന്താ, ഇതിന് സംതിങ് 260 രൂപ ഞാൻ കൊടുത്തിക്ക്. അതിൻ്റെ ഒരു സാധനം ഇതിൽ കാണിക്കുന്നില്ല. ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് എന്താ ഡോട്ടാങ്കിൻ്റെ ആയാലും അക്കോലോജിക്കലൊക്കെ ഫേസ് വാഷൊക്കെ ഇത്ര പൈസ പോലും ഇല്ല. പക്ഷേ അതൊക്കെ നല്ല എനിക്ക് എൻ്റെ സ്കിന്നിനും ഇപ്പോൾ നമുക്ക് ചേരാത്താണേലും ഇങ്ങനെ സ്കിന്ന് മോശമാക്കിയിട്ടില്ല. സ്കിന്നിൻ്റെ ഇവിടെ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇവിടെ ഒരു പൊട്ടി ഇങ്ങനെ പുകഞ്ഞിട്ടിങ്ങനെ പൊന്തി വന്നിക്കും, അങ്ങനെ ആക്കിക്ക്. പിന്നെ ഇതിപ്പോൾ ഓൾ സ്കിൻ ടൈപ്പ് എന്നും പറയുന്നുണ്ട്. ഇത് ഏത് സ്കിൻ ടൈപ്പിനാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഓൾ സ്കിൻ ടൈപ്പ് കൊടുത്തിട്ട് പിന്നെ ഇനിയിപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റാത്തതാണെന്നും അതും അറിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര മോശമായിട്ടുള്ളതാണ് കിട്ടിയത്. ഇത് വാങ്ങുന്നവരോട് വാങ്ങണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. ഫേസ് വാഷ് എനിക്ക് ഭയങ്കര മോശം അനുഭവം ഉണ്ടായത്. അപ്പം മേടിക്കുന്നവർ സൂക്ഷിച്ച് മേടിക്കുക. വെറുതെ പൈസ
കൊണ്ട കളയാണ്ടിരിക്കുക എന്നെ പോലെ. വളരെ അബദ്ധമായിപ്പോയി. എനിക്ക് ഇങ്ങനെ പറ്റുമോ വിചാരിച്ചില്ല. പിന്നെ മറ്റേ ഇനി പീൽ ഓഫ് മാസ്കും സിറം യൂസ് ചെയ്തിട്ട് ഞാൻ ഷോർട്സിൽ റിവ്യൂ പറയാം. ഇത് ഞാൻ യൂസ് ചെയ്തിപ്പം ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിനും. അപ്പം ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇനി വീഡിയോസ് ഇപ്പോഴെടുത്ത് വെച്ചാലേ അന്നേരം എഡിറ്റെങ്കിലും ചെയ്തിട്ടിടാം. അല്ലാണ്ട് ഇപ്പം നടക്കില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് ബിസി ആയിരിക്കും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബൈ.